നമസ്കാരം എല്ലാവർക്കും. ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നോ കോണ്ടാക്റ്റ്, ബ്രേക്കപ്പ് സിറ്റുവേഷൻ്റെ ഒക്കെ ഉള്ള ആൾക്കാരുടെ കാർഡാണ് ഇപ്പോൾ നോക്കുന്നത്. ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന കാർഡ് ദി ടവറാണ്. ഇതൊരു മേജർ ആക്കാന കാർഡാണ്. ഈ ടവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വലിയൊരു തകർച്ച സംഭവിച്ചിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ തമ്മിൽ വളരെ വലിയൊരു അകൽച്ച നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് എങ്ങനെ വരും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ആ വ്യക്തി നിങ്ങളോട് ഒരു വലിയ ചതി ചെയ്തിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്നിട്ട് പോയിട്ടുള്ളത്. ഒരു വലിയൊരു ചീറ്റിംഗ്, അത് കള്ളങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ളൊരു വലിയ ചീറ്റിംഗ്, നിങ്ങൾക്ക് വളരെ വേദന നൽകുന്ന തരത്തിലുള്ള ഒരു വലിയ ചീറ്റിംഗ് ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തേണ്ടത് വളരെ ഒരു ഭാരപ്പെട്ട ഒരു കാര്യമായിട്ട്, വളരെ ബുദ്ധിമുട്ടി നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക എന്നുള്ള വസ്തുത ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്താനായിട്ട് വളരെയധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വരും, നിങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ആ വ്യക്തി ഇപ്പോൾ പോകുന്നത്. ആ വ്യക്തി ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു സോൾ കണക്ഷനാണ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ആൾ വളരെയധികം പശ്ചാത്തപിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് വളരെ പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല പ്രണയമായിട്ട് വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആ വ്യക്തിക്കുണ്ട്. നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്താൽ ആ വ്യക്തി എല്ലാ കാര്യങ്ങളും, ഒരുവിധം കാര്യങ്ങളിലെല്ലാം ചെയ്തു വെച്ചാലും നിങ്ങളിലേക്ക് വരാൻ കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ആ വ്യക്തി ഒരു മിസ്റ്റീരിയസ് പേഴ്സൺ ആയിരുന്ന പോലെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ ആ വ്യക്തിയോട് അടുക്കും തോറും ആ വ്യക്തിയിൽ നിന്ന് കൃത്യമായ ഒരു കാര്യങ്ങളോ ഒന്നും സത്യസന്ധമായ രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. കാരണം ആ വ്യക്തിയുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും നിങ്ങളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ വ്യക്തി തിരിച്ച് നിങ്ങൾക്കൊന്നും നൽകാതെ ഒരു ക്ലാരിറ്റി തരാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു. എന്നാലും നിങ്ങൾ ആ വ്യക്തിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ആ വ്യക്തി നിങ്ങൾ ഇത്രയും കാലം നിങ്ങളോടൊപ്പം ഉള്ള സമയത്തൊന്നും ആ വ്യക്തിക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ് എന്നുള്ളത്. ആ വ്യക്തി ഇപ്പോഴാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ആ വ്യക്തി പുറത്തു കിടക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അകപ്പെട്ടതുപോലുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. ആ വ്യക്തി സന്തോഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, വളരെയധികം സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട്. ഏത് ദിശയിലേക്ക് പോകണമെന്നറിയാത്ത ഒരവസ്ഥയിലൂടെയാണ് ആ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയുടെ ഓവറോൾ എനർജി ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു പ്രണയമാണ് നിങ്ങളോട്, സ്നേഹമാണ് നിങ്ങളോട്. ഒരിക്കലും ഒരു മാറ്റം വരാത്ത രീതിയിൽ നല്ല രീതിയിലുള്ളൊരു പ്രണയവുമായിട്ടാണ്, പ്രണയത്തിൻ്റെ കപ്പുമായിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. അതാണിപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആഗ്രഹം. എന്നാൽ ആ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ആ ഒരു തെറ്റിന്, നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സത്യസന്ധത ഇല്ലായ്കയോ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ഇപ്പോഴും വല്ലാതെ ഒന്ന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയെ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് കാർഡ് എടുത്ത് നോക്കാം. ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. ആ വ്യക്തി നിങ്ങളോട് ക്ഷമ ചോദിക്കാനായിട്ട് മാപ്പ് ചോദിക്കുന്നു. ചെയ്തു പോയ തെറ്റിനെല്ലാം മാപ്പ് ചോദിക്കുന്നു നിങ്ങളോട്. ഐ ആം വിത്ത് യു നോ മാറ്റർ വാട്ട് എവർ ഇറ്റ് ഈസ്. എന്ത് തന്നെയായാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്നാണ് ഇപ്പോൾ ആ വ്യക്തി പറയുന്നത്. അടുത്ത കാർഡ് ഐ ഫീൽ യു ഡോണ്ട് നീഡ് മീ എനി മോർ. ഇനി നിനക്ക് എന്നെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ആ വ്യക്തി ഇപ്പോൾ കരുതിയിരുന്നത്. എനിക്ക് ആവശ്യമില്ല, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അടുത്ത കാർഡ് പറയുന്നത് ലെറ്റ്സ് ടോക്ക് ആൻഡ് ക്ലിയർ അവർ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. നമുക്ക് സംസാരിച്ച് നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറ്റാം എന്നാണ് അടുത്ത കാർഡിൽ പറയുന്നത്. ഈ വ്യക്തി നിങ്ങളോട് കള്ളങ്ങൾ പറയുകയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, നിങ്ങളെ ചീറ്റ് ചെയ്യുന്നത് പോലെ ഉള്ള ഒരു പ്രവൃത്തി ഈ വ്യക്തിയിൽ നിന്നിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങളോട് ഈ വ്യക്തിക്ക് വളരെ നല്ല സ്നേഹമാണ്. പക്ഷേ ഈ വ്യക്തിക്ക് കൂടുതലും സംഭവിക്കുന്നത് ഈ വ്യക്തിയുടെ സാഹചര്യങ്ങളാണ്. നിങ്ങളോട് കള്ളം പറയുകയോ നിങ്ങളെ ചതിച്ച പോലെ നിൽക്കേണ്ടി വരുന്നതൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഈ വ്യക്തിയുടെ സാഹചര്യങ്ങളാണ്. ഈ വ്യക്തിയെ കടന്നു പോകുന്ന ആ സാഹചര്യങ്ങളാണ് ഈ വ്യക്തിയെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതും പറയിക്കുന്നതും. പക്ഷേ ഈ വ്യക്തിയുടെ ഉള്ളിൽ
നിങ്ങളില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. നിങ്ങളോട് മാപ്പ് പറഞ്ഞിട്ടായാലും എങ്ങനെയായാലും നിങ്ങൾ കൂടെ വേണം എന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ വ്യക്തി ഇപ്പോൾ കരുതുന്നത് നിങ്ങൾക്ക് അവരില്ലെങ്കിലും ഇനി കുഴപ്പമില്ല, അവരുടെ ആവശ്യം നിങ്ങൾക്കില്ല എന്നാണ് ഇപ്പോൾ ആ വ്യക്തി കരുതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി എല്ലാ തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റിദ്ധാരണകളാണെങ്കിലും എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്യണമെന്ന് ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം തുറന്ന് സംസാരിച്ചാൽ തന്നെ ആ വ്യക്തി നിങ്ങളോട് സംസാരിച്ചത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കുമെന്നും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിൽ അത്രയ്ക്കും വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ ആ വ്യക്തി വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ വ്യക്തി എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാത്തൊരു അവസ്ഥയിലൂടെ പല കാര്യങ്ങളിലും പെട്ടുകിടക്കുന്ന ഒരു അവസ്ഥയാണ്. ജീവിതത്തിലെ പല കാര്യങ്ങളും ആ വ്യക്തിയെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു തടസ്സമായിട്ട് ആ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലുള്ള പല കാര്യങ്ങളും അതിനായിട്ട് വരുന്നുണ്ട്. ആ വ്യക്തി എന്നാലും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടി ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.